മാഷാ അല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തെ ഈ കുട്ടി തന്റെ ഇടറുന്ന ശബ്ദം കൊണ്ട് അവതരിപ്പിക്കുന്നുള്ളത്. എത്ര മനോഹരമാണ് പ്രവാചകന്റെ ചരിത്രം കേൾക്കാൻ വേണ്ടിയിട്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ ഒരു സ്വഹാബാക്കൾ പോലും സന്തോഷകരമായി ജീവിച്ചിട്ടില്ല. പ്രവാചകന്റെ ചരിത്രം പറയുമ്പോൾ, പ്രവാചകന്റെ ജീവിതം പറയുമ്പോൾ ഏതൊരു മനുഷ്യനായാലും അറിയാതെയും കരഞ്ഞു പോകും. അതേ രൂപത്തിൽ തന്നെയാണ്, അത്രക്ക് മനോഹരമായിട്ടാണ് ഈ കുട്ടി പ്രവാചകന്റെ ചരിത്രത്തെ അവതരിപ്പിക്കുന്നുള്ളത്. ഞാൻ ഇങ്ങനെ ബാങ്ക് കൊടുക്കും. നബിയുടെ പേരക്കുട്ടികളാകുന്ന ഹസൈൻ തങ്ങളും ഹുസൈൻ തങ്ങളും ബാങ്ക് കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ എങ്ങനെ ബാങ്ക് കൊടുക്കാതിരിക്കും? ഒടുവിൽ ചാരിട്ടങ്ങുന്ന കണ്ണിന് തുള്ളികൾ തുളച്ചു മാറ്റി കൈവിരലുകൾ ചെവിയിലേക്ക് വെച്ചു. വിറയാർന്ന ചുണ്ടോട് കൂടി ബിലാൽ തങ്ങൾ ബാങ്ക് ആരംഭിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇരുട്ടത്തിൽ മദീന. ബിലാൽ തങ്ങളെ ബാങ്ക് കേട്ടതും മദീന കോർത്തലിച്ചു. സഹാബ മുഴുവനും മദീന മസ്ജിദിലേക്ക് ഓടിയെത്തി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നത്